ുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. ഇപ്പോൾ സിനിമാ സീരിയൽ രംഗത്ത് നിരവധി ആളുകൾ ഇത്തരത്തിൽ മയക്കുമരുന്നൊക്കെ ബന്ധപ്പെട്ട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു. ഈ സിനിമാ മേഖലയിൽ ഇതൊരു സ്ഥിരമായിട്ടുള്ളൊരു സാന്നിധ്യമാണ് എന്ന് സ്ഥിരം വിമർശനം ഈ മേഖല കേൾക്കാറുണ്ട്. പക്ഷേ നോർമലി എല്ലാ ആളുകളും ഉപയോഗിക്കാറുണ്ട് എങ്കിൽ പോലും സിനിമാ മേഖലയെ കുറച്ചുകൂടി ഒന്ന് പറയാറുണ്ട്. ഇപ്പോൾ വളരെ രസകരമായൊരു വാർത്ത, രസകരമായതും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഗൗരവകരമായതുമായ വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നടി തന്നെയാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശം? അശ്വതി ബാബു, അതാണ് നടിയുടെ പേര്. ഈ നടി മുൻപും ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള നടിയാണ്. ഈ ലഹരി ഉപയോഗം നടത്തിക്കൊണ്ട് അതിക്രമം നടത്തുക, മോശമായ വാക്കുകൾ പറയുക, തെറി വിളിക്കുക, പോലീസുകാരെന്ന് പോലും നോക്കാതെ അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുക എന്നുള്ളതാണ് ഈ നടിയുടെ രീതി, ഹോബി. നടിയായതുകൊണ്ട് എന്തുമാകാം എന്നുള്ളൊരു അഹങ്കാരം കൂടി ഉണ്ടല്ലോ. ഞാൻ നടിയാണ്. പല നടിമാരും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു, വാർത്തകളിൽ വരുന്നു. പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ അറിയുന്നില്ല. നടിമാരായതുകൊണ്ടും അവർ ജനപ്രീതി ഉള്ള ആളുകളായതുകൊണ്ടുമൊക്കെ അവർക്ക് ഊരിപ്പോരാൻ എളുപ്പമായിരിക്കും. സാധാരണക്കാരെ പോലെ അല്ലല്ലോ. എന്തായാലും ഈ നടി എപ്പോഴും വിവാദങ്ങളിൽ നിറയുന്ന നടിയാണ്. പക്ഷെ സത്യത്തിൽ ഞാൻ ഈ നടിയെ ഒരു സിനിമയിലും കണ്ടതായിട്ടുള്ള ഓർമ്മ എനിക്കില്ല. സീരിയൽ നടിയെന്ന് പറയുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഏതിലാണ് അഭിനയിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫോട്ടോ കൊണ്ട് പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചോട്ടെ നടി ആരാണെന്നുള്ളത്. എന്തായാലും അശ്വതി ബാബു എന്നാണ് പേര്. ഇനി നടിയുടെ പിരിവെട്ട് നാടകം എന്താണെന്ന്, അല്ലെങ്കിൽ അഴിഞ്ഞാട്ട നാടകം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലാണ് സീരിയൽ നടിയുടെ പരാക്രമം. ആശുപത്രി ജീവനക്കാരും പോലീസും ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഈ നടിയെ കോഴിക്കോട് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അപ്പൊ അത്രമാത്രം പരാക്രമമാണ് ആശുപത്രിയിൽ കാണിച്ചത് എന്നുള്ളതാണ്. മട്ടന്നൂർ പോലീസിനോടും ഇവർ തട്ടിക്കയറി എന്നാണ് വിവരം. നടി മയക്കുമരുന്ന് ലഹരിയിലായിരുന്നുവെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു. മുൻപും മയക്കുമരുന്ന് കേസിൽ വിവാദം സൃഷ്ടിച്ച് അശ്വതി ബാബുവാണ് ഇത്തവണയും വിവാദത്തിൽ പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ വ്യക്തത കുറവെന്ന് തോന്നുന്നു പ്രാർത്ഥന ഇല്ലല്ലോ. വായുടെ ചെറിയ പ്രശ്നം തീർന്നിട്ടില്ല, അതുകൊണ്ടാണ്. മട്ടന്നൂർ ലോഡ്ജിൽ താമസിച്ചിരുന്ന നടിയെ ശാരീരിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെയാണ് കൂടെയുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അവിടെയുള്ള ജീവനക്കാരുടെയും രോഗികളുടെയും നേരെ അവർ തട്ടിക്കയറി. പരാക്രമം തുടർന്നതോടെ ആശുപത്രി അധികൃതർ മട്ടന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. താൻ തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരികയാണെന്നും ആശുപത്രിയിൽ എത്തിച്ചവരുടെ ഒപ്പം പോകില്ലെന്നും പോലീസിന്റെ സംരക്ഷണം ആവശ്യമാണെന്നും നടി ആശുപത്രി ജീവനക്കാരോട് പറഞ്ഞു. തുടർന്ന് മണിക്കൂറുകളോളം ഇവരെ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഈ വാർത്തയിൽ വന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതിന്റെ ഇരട്ടിയാണ് നടി അവിടെ കാണിച്ചു കൂട്ടിയെന്നാണ് പറയുന്നത്. അതായത് എന്നെ ലേബർ റൂമിൽ കയറ്റടാ, എനിക്ക് അവിടെ ഉള്ളവർ പ്രസവിക്കുന്നത് എങ്ങനെയെന്ന് കാണണം, ആശുപത്രിയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ പിന്നെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് എങ്ങനെയാണോ പെരുമാറുന്നത്, മെൻ്റൽ പേഷ്യൻ്റ് എന്നൊക്കെ ഇപ്പോൾ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെയുള്ളവരെ ഇപ്പം മെൻ്റൽ പേഷ്യൻ്റ് അല്ലാത്ത ആരും ലോകത്തില്ല. ഈ പറയുന്ന നമുക്ക് വരെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സമയത്ത് നമ്മുടെ കൺട്രോൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ലഹരിയും കൂടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്, നമ്മൾ എന്താണ് കാണിക്കുന്നത്, എന്താണ് പറയുന്നത്. ഇപ്പോൾ സ്വബോധമുണ്ടെങ്കിൽ പോലീസിൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും തെറി വിളിക്കാൻ പറ്റുമോ? പോലീസ് എന്ന് പറയുമ്പോൾ എത്ര ജനമൈത്രി പോലീസ്, ജനസൗഹാർദ്ദ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ പോലീസിന് എപ്പോഴും ജനങ്ങൾക്കൊരു ഭയം തന്നെയാണ്, തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള പോലീസിൻ്റെ മുഖത്തേക്ക് തെറി വിളിക്കുക എന്ന് പറയുന്നത് സ്വബോധമുള്ളവർക്ക് പറ്റില്ല. ഒന്നുകിൽ മദ്യപാനി ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആളായിരിക്കണം. ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കൈവിട്ടു പോകും എന്നുള്ളത്. നേരത്തെ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഈ നടി ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വന്ന് വളരെ മോശമായി പെരുമാറിയതിൻ്റെയും ചീത്ത വിളിച്ചതിൻ്റെയും തെറി വിളിച്ചതിൻ്റെയും ഒക്കെ വീഡിയോ അടക്കം പുറത്തു വന്നതാണ്. എന്തായാലും ഇത്തരം കേസുകൾ ഇത്തരം നടിമാരുടെയും ഇപ്പോൾ പാർത്തൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയിലുള്ള ലഹരി ഉപയോഗങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ ലഹരി ഉപയോഗിക്കുന്നതെന്ന് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. സോ ഇന്ന സിനിമ നടി ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇപ്പം നമ്മൾ ഗഞ്ചറുമ
ഇപ്പോൾ ആഷിക മൂവിൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും കഞ്ചാവിൻ്റെത് ലഹരിയുടെ ഉപയോഗങ്ങളുള്ള ഒന്നോ രണ്ടോ സീനെങ്കിലും കാണും. നമ്മൾ അവരെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. പക്ഷെ അവർ കാണിച്ചു തരുന്നത് സമൂഹത്തിലെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെറ്റായ രീതിയിലുള്ള ഒരു സഞ്ചാര സമൂഹത്തിനുണ്ട് എന്നത് കൂടി അതിൽ സന്ദേശമായി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ അവരെ തെറിവിളിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളൊക്കെ. ഇപ്പം നടി സുചിത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. പെൺകുട്ടികൾക്ക് ചോക്ലേറ്റിൽ വരെ ലഹരി നൽകിക്കൊണ്ട് അവരെ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളൊക്കെ സുചിത്ര പറഞ്ഞത് വരെ നമ്മൾ വളരെ എന്താ പറയുക, വളരെ പിന്നെ അത്ഭുതത്തോടെയാണ് കേട്ടത്, അല്ലെങ്കിൽ വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ മദ്യപിക്കുന്നതോ അത്തരം കാര്യങ്ങളിലേക്ക് കാരിയേഴ്സ് ആവുന്നതോ ഒന്നും ഒരു തെറ്റുമില്ല. ഇതൊക്കെ ഈ സമൂഹത്തിന് കൂടി വേണ്ട കാര്യങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സീരിയൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ കാരിയർമാരാകുമ്പോൾ കിട്ടും. അപ്പോൾ ഒന്നോ രണ്ടോ സീരിയലിൽ അഭിനയിക്കുന്ന പൈസയോ സിനിമയിൽ അഭിനയിക്കുന്ന പൈസയോ ഇതിൽ ഒരു തവണ കാരിയർ ആയാൽ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നടന്മാരും ആകുമ്പോൾ വലിയ രീതിയിലുള്ള ചെക്കിങ്ങും പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അപ്പം അതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇവരൊക്കെ ഈ മേഖലയിലേക്ക് തിരിയുന്നത്. ഇപ്പം അശ്വതി ബാബുവിൻ്റെ ഇത് 2ാം തവണയാണ് ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ അവർ ഇത്തരത്തിൽ പരാക്രമം കാണിക്കുന്നത്. ആദ്യ തവണ തന്നെ ഇവർക്ക് ലഹരി എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് ഇവർക്ക് ലഹരി ഉപയോഗം ഇവർ നടത്തുന്നത്, ഇവരെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അവരുമായുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ അന്വേഷിക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? അല്ല തന്നെ അതിലെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അശ്വതി ബാബുമാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ, നമ്മുടെ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയും പെൺകുട്ടികളുടെ പുരോഗമന ഭാഗത്തെ പറ്റിയും ഒക്കെ പറയുമ്പോഴും അതൊക്കെ അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പെൺകുട്ടികൾ തലച്ചിടേണ്ട ആളുകളല്ല, അവർക്ക് അവരുടേതായ ന്യായവും നീതിയും അവകാശവും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അവരോടൊപ്പം ആ കാര്യത്തിൽ പറയുന്ന ഒരാളാണ് ഞാൻ. തുല്യത എന്ന് പറയുന്നത് തുല്യത തന്നെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ അത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ദുരുപയോഗം ചെയ്യുന്നതാണ് കൂടുതൽ ഇപ്പോഴുള്ള തലമുറ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പല നഗരങ്ങളിലും വിദ്യാർത്ഥിനികൾ അതായത് പെൺകുട്ടികൾക്കിടയിൽ തന്നെ എത്രയോ അധികം ഈ പറയുന്ന മയക്കുമരുന്ന് ഉപയോഗം, ലഹരി ഉപയോഗമൊക്കെ വളരെയധികം കൂടുതലാണ്. അതും ലഹരിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന MDMA പോലുള്ള പലതരത്തിലുള്ള മാരക ലഹരി വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് കിട്ടാത്തത് കൊണ്ട് പല ആളുകളുടെയും പുറകെ പോവുകയും ഇതിനുവേണ്ടി കെഞ്ചുകയും അവർ പറയുന്ന പല ചൂഷണങ്ങൾക്ക് വിധേയമാവുകയും പല രീതികളിൽ പല വലകളിൽ പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഈ അശ്വതി ബാബു ഒക്കെ കാണിച്ചു കൂട്ടിയത് പോലുള്ള പ്രശ്നം തന്നെയാണ് ഉണ്ടാകുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്, കെമിക്കലുകൾ. ആ കെമിക്കലുകളാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഈ കെമിക്കലുകളെ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. ഇത് വളരെ കൂടുതലായ അളവിൽ, അതായത് സൈക്യാട്രി മെഡിസിൻ 100 mg കഴിക്കുമ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിൽ അത് 1000-ഓ 2000-ഓ mg കഴിക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ പലതിൻ്റെയും. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് സന്തോഷമുണ്ടാക്കുന്ന മെഡിസിനുകൾ തന്നെയാണ് ഈ മയക്കുമരുന്നുകൾ. അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ഞരമ്പുകളെ നശിപ്പിക്കും, നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കും, നമ്മുടെ കാഴ്ചശക്തിയെ നശിപ്പിക്കും, നമുക്ക് അറ്റാക്ക് വരുത്തും, ഗുരുതരമായ പാർക്കിൻസൺ പോലുള്ള രോഗങ്ങളിലേക്ക്, നമ്മളെ ന്യൂറോ മസ്കുലർ രോഗങ്ങളിലേക്ക് തള്ളിവിടും. ഇതൊക്കെ എന്നിട്ട് ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിപ്പെടും. ഇതിന് തിരിച്ചുപോക്ക് വളരെ പരിതാപകരമായിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു മനുഷ്യകുലത്തിൻ്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതൊന്നും തിരിച്ചറിയാതെയാണ് താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഇവർ ഇങ്ങനത്തെ ലഹരികളിൽ ചെന്ന് ചാടുന്നത്. ഇത് തന്നെ എന്തായാലും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട, സർക്കാർ മൂലകാരണം തേടി നടപടിയെടുക്കേണ്ട കേസുകളാണ്.